ഹായ്, ഞാനിപ്പോൾ റെഡിയായി നിൽക്കുന്നത് ഒരു സ്ഥലം വരെ പോകാനാട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തിരുവാതിരയ്ക്ക് ഇന്ന് പ്രോഗ്രാമുണ്ട്. പയ്യാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഞങ്ങൾക്കിന്ന് പ്രോഗ്രാം. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമണി വന്നിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നതാട്ടോ. അങ്ങനെ കുഞ്ഞുമണി വന്നു. ഇനി പാറുവും കൂടി വരാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക കേട്ടോ. കാറിനാണേ പോകുന്നത്. അങ്ങനെ പാറുവും വന്നു. പാറും ഞാനും കുഞ്ഞുമണിയും കൂടി കാറ് വരാൻ വേണ്ടി നോക്കി നിന്നു കേട്ടോ. അങ്ങനെ കാറൊക്കെ വന്നു. ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ വീടെത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ കളിക്കുന്ന ഒരു കുട്ടീൻ്റെ വീട്ടിലാട്ടോ ഞങ്ങൾ റെഡിയാവാൻ പോകുന്നത്. അവരുടെ വീടിൻ്റെ അടുത്താണ് അമ്പലം. അപ്പോൾ അങ്ങോട്ട് പോയിട്ടാണ് റെഡിയാവുന്നത്. അങ്ങനെ അവരുടെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമാട്ടോ അവിടെ സ്ഥലമൊക്കെ കാണാൻ. അങ്ങനെ കുറേ നേരം നാടും സ്ഥലമൊക്കെ കണ്ട് അവിടെ നിന്ന് അങ്ങനെ അവർ ഞങ്ങൾക്ക് കുടിക്കാനും വെള്ളവും പിന്നെ കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടേ തന്നു കേട്ടോ. പകുതി പേരും പുറത്ത് നിന്ന് കാഴ്ച കാണും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അവർ പറഞ്ഞു താഴെ ഒരു പുഴയുണ്ട്, നമുക്ക് പുഴയിൽ പോകാം, പുഴ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാം കേട്ടോ. എല്ലാവരും കൂടി നല്ല രസമാട്ടോ ഇതിലൂടെ നടക്കാനും കാണാനൊക്കെ. അങ്ങനെ എല്ലാവരും തുള്ളിച്ചാടി പുഴ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. എങ്ങാനും തെന്നിപ്പോയാൽ താഴെ പുഴയിൽ ചെന്നിരിക്കും, അതുപോലത്തെ റോഡാണേ. ഇത് കുഞ്ഞുമണീൻ്റെ പണിയാട്ടോ. അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറേ പേര് കുളിക്കുന്നുണ്ട്. അവർ കയറി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൽ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് നടന്നു. കണ്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുക്കൽ, റീൽ എടുക്കൽ, വീഡിയോ എടുക്കൽ, അങ്ങനെ കുറേ പരിപാടിയായിട്ട് നടന്നു. അങ്ങനെയാണ് കുഞ്ഞുമണീൻ്റെ ഈ വീഡിയോ എടുത്തത്. അവൾ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫോണിൽ നോക്കി ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ റീലൊക്കെ എടുത്തു കേട്ടോ, ഡാൻസൊക്കെ കളിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോൾ സമയം ഏകദേശം 6:30-7 മണിയായി. ഞങ്ങൾക്കിനി പരിപാടിക്ക് റെഡി ആവണം. എല്ലാവരും പോയിട്ട് വന്നതിൻ്റെ ക്ഷീണത്തിലിരിക്കുക കേട്ടോ. അപ്പോൾ ഡാൻസിന് വേണ്ടി ഞങ്ങൾക്ക് മെഴുകുതിരി വേണേ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കുവാണ്. അങ്ങനെ എല്ലാം ആകെ കഴിഞ്ഞിട്ട് എല്ലാവരും റെഡിയാവാൻ വേണ്ടി പോയിട്ടുണ്ട്. പകുതി പേര് സാരി ഉടുക്കുന്നു, പകുതി പേര് മുടി കെട്ടുന്നു, പകുതി പേര് മേക്കപ്പ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും റെഡിയായി. ഞാനാട്ടോ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. പകുതി പേരെ മുടിയൊക്കെ കെട്ടി. ഇനി കുറച്ച് പേരും കൂടി ഉണ്ട് മുടി കെട്ടാൻ. എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഇനി മേക്കപ്പ് ആട്ടോ. അങ്ങനെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാവരും സുന്ദരിയൊക്കെ ആക്കി. മുടിയൊക്കെ കെട്ടാൻ എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല. എന്നെക്കൊണ്ട് അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരായിട്ട് മുടിയും കെട്ടി മേക്കപ്പ് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ കുറേ നേരം മേക്കപ്പ് ചെയ്തു. കുഞ്ഞുമണിയാണ്. കുഞ്ഞുമണീനെ മേക്കപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞുമണി പറയുന്നുണ്ട് ചേച്ചി കുറച്ച് മതിയേ. അങ്ങനെ എല്ലാം കഴിഞ്ഞു, മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി പോകാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പം എല്ലാവരും പറഞ്ഞു നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടേ. ഞങ്ങൾക്ക് പരിപാടി 9:30 പറഞ്ഞേക്കുന്നത്. അപ്പം 9:30 ആകുമ്പോഴത്തേനും അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയാൽ മതി. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം. അവിടെ ഇന്ന് തെയ്യമൊക്കെ ഉണ്ട്. അപ്പോൾ തെയ്യമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തോറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പരിപാടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 9:30 ആയിട്ട് അവിടെ എത്തിയാൽ മതി. അതുകൊണ്ടാട്ടോ എല്ലാവരും ഇങ്ങനെ ആടി തൂങ്ങി കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അമ്പലത്തിലോട്ട് നടക്കുക കേട്ടോ. നല്ല രസമാട്ടോ അവിടെ അമ്പലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ട് വരുന്നതാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ മുൻവശം ഇതാട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അവിടെ തെയ്യം നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറ സൈഡിൽ സ്റ്റേജ് പരിപാടിയും നടക്കുന്നുണ്ട്. ഇവിടെ നാട്ടിൽ ഒരുപാട് കുട്ടികളുടെ പരിപാടികളുണ്ട് കേട്ടോ. അതിനിടയ്ക്കാണ് നമ്മുടെയും പ്രോഗ്രാം. അങ്ങനെ ഇതാട്ടോ അമ്പലം. അമ്പലത്തിൻ്റെ ഇപ്പുറ സൈഡിൽ തെയ്യത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. തെയ്യത്തിൻ്റെ മുടിയൊക്കെ ഒരുക്കി അവർ റെഡിയാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ തെയ്യമുണ്ട്. ഇപ്പം നടക്കുന്നത് ഇതാട്ടോ. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഏതാണെന്ന്. പറഞ്ഞത് ഗുളികൻ്റെ തോറ്റമാണെന്നാണ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് നാട്ടിലെ തെയ്യത്തിൻ്റെ ഒന്നും വലിയ അറിവൊന്നുമില്ല കേട്ടോ. എൻ്റെ സ്വന്തം വീട് ഇടുക്കി തൊടുപുഴയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. തെയ്യത്തിൻ്റെ എന്താണെന്നൊന്നും എനിക്കങ്ങനെ അറിയില്ല കേട്ടോ. ചെറിയ അറിവുകളൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ പരിപാടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കലാട്ടോ എല്ലാവരും. ടെൻഷനുണ്ട് അവർക്ക്. അതിനിടയ്ക്ക് ചേട്ടായി ഫോൺ നോക്കിയിരിപ്പുണ്ടേ. അങ്ങനെ ഇതാട്ടോ ഞാൻ ആദ്യം പറഞ്ഞ തെയ്യത്തിൻ്റെ തോറ്റം. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഏതാന്ന്. കോഴീനെ അറക്കലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം എനിക്കത് കാണാൻ പേടിയായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോയി കേട്ടോ. സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് എനിക്കിത് കാണുമ്പോൾ പേടിയാവുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേജിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. കുഞ്ഞുമണീൻ്റെ മുഖത്തൊരു പേടിയുണ്ട്. കാരണം കല്ലുവിന് പകരം കയറിയതാട്ടോ കുഞ്ഞുമണി.
അതുകൊണ്ട് നല്ലൊരു പേടിയുണ്ട്. പക്ഷെ എന്നാലും അവൾ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല രസമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പ് പറ്റിയിട്ടുണ്ട്. ചോറ് കഴിക്കലാണ്. അതിനിടയ്ക്ക് ഞാൻ കുറേ നേരം വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് നടന്നു. അത് കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇതാക്കുന്ന കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ചോറ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ഞങ്ങൾ ചോറ് കണ്ടു കഴിഞ്ഞ് വന്നിട്ടും ഇവിടെ സ്റ്റേജിൽ കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.